കേട്ടില്ലേ? രാവിലെ തന്നെ മനുഷ്യനെ പേടിപ്പിക്കാൻ. നമ്മുടെ കുഞ്ഞമ്പു സഖാവില്ലേ, പാർട്ടി ഓഫീസിന്റെ ഭിത്തി കയറി. ഭിത്തിയില്ല എന്തിന്? ഇന്നലെ സീറ്റ് കിട്ടിയ സന്തോഷത്തിൽ വീട്ടിൽ ചെന്ന് കയറിയതാ. ഡും ഒരു വീഴ്ച, പിന്നെ പൊങ്ങിട്ടില്ല. ആ അന്നൊരു പണി നീ ഒരു റീത്ത് അല്ലെങ്കിൽ വേണ്ട റീത്തൊക്കെ എന്തിനാണ്? റീത്തല്ല. ഇനി 5-ാം വാർഡില് ആര് മത്സരിക്കും? സഖാവ് KP മത്സരിക്കും. എനിക്ക് സീറ്റും വേണ്ട കസേരം വേണ്ട. ഞാൻ ഇന്നലെ ഉസ്മാൻഖാനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു. ഇനി ഫേസ്ബുക്കിലൂടെ രാഷ്ട്രീയം മതി, അതാണ് സേഫ് മോനെ. എന്നെ വെറുതെ വിട്ടൊക്കെ ഒന്ന് കിടന്നോട്ടെ. KP ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഒന്നുകൂടി കിടക്കണം. ചെല്ലേ കുഞ്ഞമ്പു ചത്ത സ്ഥിതിക്ക് ഇനി അവന് നറുക്ക് വീഴും. അത് തടയാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ കർത്താവ്, ഞാനോ? അവനെതിരെ ഒരു ലൈംഗികാരോപണം കൊണ്ടുവരണം. നീ നാളെ തന്നെ ഒരു പത്രസമ്മേളനം വിളിക്കേ. കർത്താവിന് നടക്കാത്ത പറയല്ലേ സാറേ. KPക്ക് എന്നോടൊരു പെങ്ങളോടുള്ള സ്നേഹ. പാർട്ടിക്ക് വേണ്ടി സാറ് പറയുന്നതെല്ലാം ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നെറുകേടിന് സാറിനെ നിർബന്ധിക്കരുത്. പാർട്ടിക്ക് വേണ്ടിയല്ല ഇത്, എനിക്ക് വേണ്ടി നീ ഇത് ചെയ്തേ പറ്റൂ. അവൻ ജയിച്ചാലേ എൻ്റെ മകളുടെ ഭാവി പോക്കാം. വയ്യ സാറേ, KP സാറിന്റെ മോക്ക് നല്ലൊരു ഭർത്താവായിരിക്കും. നിർത്തേ, നല്ല ഭർത്താവായിരിക്കും. പ്രായാധിക്യം മൂലം കുഞ്ഞമ്പു സഖാവ് ധീര രക്തസാക്ഷിയായ സ്ഥിതിക്ക് 5-ാം വാർഡിൽ സുരേഷ് തന്നെ മത്സരിക്കട്ടെ. മത്സരിച്ചു പ്രചരണം തുടങ്ങിയ സ്ഥിതിക്ക് സുരേഷ് തന്നെ മത്സരിക്കുന്നതാണ് നല്ലത്. അതെ, ഇല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ പാർട്ടി നാണങ്ങൾ. നേതൃത്വത്തിന്റെ തീരുമാനം വിഷയമല്ല, നമുക്ക് അതിനും വഴിയുണ്ട്. ഞാനിവിടുത്തെ സവിശേഷ സാഹചര്യം നേതൃത്വത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അല്ല സഖാവ് സുരേഷ് എന്തൊന്നും മിണ്ടാത്ത? ചെന്താമരാക്ഷൻ സഖാവേ, സഖാവിനെ തന്നെ. നിങ്ങളൊക്കെ എന്നെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ പറയുമ്പോൾ നിൽക്കാനും മാറാനും ഞാൻ എന്താ നിങ്ങളുടെ കളിപ്പാവയോ? ഇനി അങ്ങോട്ടുള്ള ഒരു മത്സരത്തിനും ഞാനില്ല. എന്റെ നാണക്കേട് അത് ന്യായീകരിച്ചാൽ മാറില്ല. നമ്മളൊരു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനാണേ. ഇനിയുള്ള കാലം ആ ഒരു അഡ്രസ്സിൽ ജീവിച്ചോളാം. അപ്പൊ ശരി, ലാൽ സലാം. ബാബുരാജേ, നമ്മുടെ ഈ പാർട്ടിയുടെ തഞ്ചവും താളവും അറിയാൻ പാടില്ലാത്തവരെയൊക്കെ പിടിച്ചോണ്ട് വന്നാൽ ഇങ്ങനെ ഇരിക്കും. ഇത് രമ്യമായി പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ബാബുരാജിനുള്ളതാണ്. ഇവിടെയൊന്നും പോസ്റ്റർ വന്നില്ലല്ലോ. ഓ, ഇവിടെയൊക്കെ എഴുതാനുള്ളതായിരിക്കും അല്ലേ? നിങ്ങൾ വിട്ടോ, ഞാൻ എത്തിക്കോളാം. നീ എന്നെ ഒന്ന് വീട്ടിലാക്കിയേ, കാല് കഴിച്ചിട്ട് വയ്യ. നമുക്കേ ആ അമ്പലം വഴി പോവാം. നിർത്ത് അവിടെ നിർത്ത്. സ്വന്തം പേരെഴുതിയ കടലാസ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് വന്നിട്ടേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തണുപ്പ് നോക്കിയെടുക്കുന്ന പണ്ടത്തെ പരിപാടിയേ. അത് വേണ്ട, നോക്കട്ടെ. മെമ്പർ സ്ഥാനവും അച്ചാർ കമ്പനിയും പശുക്കറവയും ഒക്കെ ഉള്ള സുനന്ദ മെമ്പർക്ക് ഈ അയൽക്കൂട്ടത്തിന്റെ ചിട്ടി കിട്ടിയിട്ട് വേണോ ജീവിക്കാൻ? ഇലക്ഷനുള്ള കാശ് പാർട്ടി തരില്ലേ? എൻ്റെ തങ്കപ്പ ചേച്ചി, ചെലവിനൊത്ത വരവില്ല. അച്ഛൻ്റെ കേസും മരുന്നും വീട്ടുകാര്യവും അനിയൻ്റെ കടവും. കഴിഞ്ഞ 2 തവണയും ചിട്ടി പിടിച്ചപ്പോൾ ഞാൻ വന്നു പോലുമില്ലല്ലോ. ഇത്തവണ ഇത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു ചേച്ചി. ചിട്ടി കിട്ടിയാലേ നമ്മുടെ യശോദ ചേച്ചിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണല്ലോ പ്രചാരണത്തിനിടയിലും ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ വന്നേ. അല്ലല്ല, അത് വേണ്ട. ഇത്തവണ വേറെ ആരെങ്കിലും എടുക്കട്ടെ. സുനന്ദ മെമ്പർക്ക് ഇനി ഇത്തവണത്തെ ചിട്ടി എഴുതിയില്ലേ? എന്നാ ഞാൻ എടുത്തോ. ശരി എന്നാ നിങ്ങൾ നീ കൈവായ്പ മേടിച്ച പൈസ എന്തിയേ? ചേച്ചി ബ്ലൗസ് മേടിക്കേണ്ടതാ. ശരിയാ, ഒരു പെശവുണ്ട്, നീ ഒന്ന് നോക്കണ്ടേ? ഞാൻ ആരുടെയൊക്കെ പറയാൻ നടന്ന ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ല. എന്റെ
ചേച്ചി ഞാൻ ഏയ് എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ദേ ഇവളാണ് കൊച്ചിനെ കൊന്നത്. ചികിത്സാ ചെലവിനുള്ള അപേക്ഷ പൂർത്തി കളഞ്ഞത് ഇവളാണ്. ഞാൻ ഒരുപാട് തവണ ചോദിച്ചിട്ട് ഇവള് തന്നില്ല. എന്നിട്ടിപ്പോ വന്ന് നിൽക്കണം എപ്പ് കണ്ടില്ലേ, കണ്ണി ചോരയില്ലാത്തവള്. അതെ, നിങ്ങൾ നാട്ടിൽ ചോദിക്കേ. എന്നോട് ഇത് വേണമായിരുന്നോ? എനിക്ക് ഞാനെ കാണണ്ട. സ്വിച്ചിട്ടോലല്ലേ മഴ. അച്ഛനറിഞ്ഞു കുറച്ചു മുമ്പ്. ഒന്നും നമ്മുടെയിലല്ലല്ലോ മോളെ, വിധിച്ചതേ വരൂ. ആ കൊച്ചിന് അത്രയും ആയുസേ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളൂ. മനഃപൂർവ്വം ഞാൻ അറിയാലോ. കാശില്ലാഞ്ഞിട്ടായിരുന്നു, സത്യം. ഇന്നേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ചെന്നപ്പോഴത്തേക്കും പുഷ്കരം വിചാരിച്ചാൽ നിന്റെ സത്യം ഇല്ലാതാവില്ലല്ലോ മോളെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. ആ തെറ്റ് പാർട്ടി തിരുത്തുകയും ചെയ്തു. എടാ, ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല, നിന്റെ ബാല്യകാല സുഹൃത്തായിട്ടാണ് ഞാൻ പറയുന്നത്. നീ തിരിച്ചു വരണം, സ്ഥാനാർത്ഥിയായിട്ട് തന്നെ തിരിച്ചു വരണം. എടാ, നിന്റെ ഉള്ളിൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ഒരു രാഷ്ട്രീയക്കാരനാവാൻ മാത്രമേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ. KP, ബാബുക്ക പറഞ്ഞ് കറക്റ്റാ. എടാ, ഈ തീരുമാനം ഇനി മാറില്ല. മാറിയാൽ ബാബുരാജ് പിന്നെ ഈ പാർട്ടിയിലുണ്ടാവില്ല. ജനലക്ഷങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് LDP സാരഥികളായ KP സുരേഷും ബാബുരാജും ഇതാ കടന്നു വരുന്നു. അതുകൊണ്ട് മോളെ ഞങ്ങൾക്ക് വേണം. ഒരു ബലിദാനിയായിട്ട് അവളെ ഞങ്ങൾ ഇങ്ങ് എടുക്കുക. വയ്യാതെ കിടന്നപ്പോ ഒരുത്തരം കണ്ടില്ലല്ലോ ഒന്ന് എടുത്തോണ്ട് പോകാൻ പോലും. കൊന്നളഞ്ഞില്ലേ എന്റെ മോളെ. എന്നിട്ടിപ്പോ 16 തികയുന്നതിന് മുന്നേ വന്നേക്കുന്നു. എന്റെ വായിരിക്കുന്നത് കേൾക്കണമെങ്കിൽ പൊക്കോണല്ല. ഒഴുകമാര് വന്നേക്കുന്നു കൊത്തിപ്പറിക്കാനായിട്ട്. ഇത്രയും ചലോ. ദേശാടന കിളികളുടെ കരച്ചിലാണെന്ന് തോന്നുന്നു. അത് അനുവദിച്ചുകൂടാ. ചെല്ല് ചെല്ല്, ഇപ്പൊ കിട്ടും രക്തസാക്ഷിയെ. ഇവന്മാർ ഇതുവരെയായിട്ട് കപ്പപ്പത്തിൽ നാട്ടില്ലേ? സഖാവേ, നമ്മുടെ രക്തസാക്ഷിയന്മാർ വലുതാനയാക്കി കൊണ്ടുപോയോ? സഖാവേ, ഊളത്തരം പറയരുത്. ആ സുരേഷ് എന്നേ, അവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കേ. ഞങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്ത് നിൽക്കാം. ആ ചെല്ലുന്നു ചെല്ല് ചെല്ല്. വർക്കിച്ചൻ പറഞ്ഞു തന്നേരാ. കൊച്ചി മരിച്ച സംഭവം മുന്നണിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. LDPയും BRPയും അത് മുതലെടുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. സുനന്ദ കുറെ കൂടെ ഒക്കെ ശ്രദ്ധിക്കണമായിരുന്നു. പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ മറ്റുള്ളവരുടെ വാർഡിൽ കയറി തലയിടരുന്ന്. അനുഭവിച്ചോ? ഏതായാലും സുനന്ദയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം ഇനി ദോഷം ചെയ്യും. തൽക്കാലം നമുക്ക് ഗിയറൊന്ന് മാറ്റിപ്പിടിക്കാം. ആ, ഒരു വിശേഷം പറയാൻ മറന്നുപോയി. ഞാൻ ഇവളുടെ മിന്നുകെട്ടം ഉറപ്പിച്ചു. ഇലക്ഷൻ കഴിഞ്ഞ ഉണ്ടാവും. അത് ശരി. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഇതുപോലൊരു മരണം മൂലമായിരുന്നു പീതൻ ഈ പഞ്ചായത്തിലെ ഹീറോ ആയത്. ഇപ്പം മറ്റൊരു മരണം മൂലം മകൾ സീറോ ആവും. ഇതൊക്കെയായിരിക്കും കാലത്തിന്റെ കാവ്യനീതി. ധന്യമോളുടെ മരണം ഒരു കൊലപാതകമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന UDPക്കാർ തന്നെയാണ് ഇതിൽ ഒന്നാം പ്രതികൾ. അതിലൊരു മെമ്പറിന്റെ കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ LDP അധികാരത്തിലെത്തിയാൽ
ഇനിയൊരു ധന്യമോൾ ഇവിടെ ഉണ്ടാവില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞപ്പോഴാണ് അങ്ങ് റഷ്യയിൽ 1939 നടന്നൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിന് ഒരാഴ്ച മുമ്പ് ഇതുപോലൊരു അമ്മയുടെ മകൾ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ചുവന്ന ബക്കറ്റുകൾ നടന്നു തുടങ്ങാറായി. എന്തൊക്കെ പറഞ്ഞാലും ധന്യമോളുടെ മരണം സുനന്ദയ്ക്കൊരു വെള്ളടിയാ. ജലദോഷം കുറവുണ്ടോ മോളെ? ആ കുഞ്ഞിന്റെ മരണം എൻ്റെ തലയിലായി. ഇപ്പം അതും പറഞ്ഞാണ് ഓരോ വീട്ടിലും കയറി വോട്ട് പിടുത്തം. സുരേഷിന്റെ വിശദീകരണം കൂടി ആയപ്പോൾ പൂർത്തിയായി. ഓ, നമ്മുടെ പാർട്ടിയുടെ നിലപാടെന്താ അറിയാലോ. ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പം അവരും ഇതൊരു അവസരമാക്കുക. ഇത്തവണ ഡേറ്റാ. രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾക്കെല്ലാം അല്പായുസമുള്ളൂ മോളെ. പുതിയ ഒരെണ്ണം കിട്ടുമ്പോൾ ഇപ്പോഴുള്ളത് രാഷ്ട്രീയക്കാരും ചാനലുകാരും ജനങ്ങളും ഒക്കെ അങ്ങ് മറക്കും. നാളത്തെ കാര്യം നാളെ അറിയും.